ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടാൽ അഗ്ലോണിമാണെന്ന് തോന്നിക്കെങ്കിലും സെയിം ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബാച്ച് എന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഒരു യെല്ലോ വെറൈറ്റിയാണ് ഈ കാണുന്നത്. മറ്റ് വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാം. അതേപോലെ ഈ ചെടി എങ്ങനെ നമുക്ക് നടാം, അതേപോലെ ഈ ചെടിയുടെ വിഷാംശമുള്ള ഒരു ചെടിയാണ്, എങ്ങനെ നമുക്ക് കെയർ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഈ ഒരു പ്ലാന്റ് ഒരു പ്രത്യേകത, ഇതേപോലെ ലീഫുകളും തണ്ടുകളും നല്ല ലെങ്തി ആയിരിക്കും. തണ്ടുകൾ ഇതേപോലെ മുകളിലേക്ക് നല്ല ലെങ്തി ആയിട്ട് വളർന്നു വരും. അഗ്ലോണിമ അങ്ങനെയല്ല. അഗ്ലോണിമ എത്ര വലുതായാലും അത് ഒരു ബുഷിയായിട്ട് തന്നെ നിൽക്കാറുള്ളത്. പ്ലാന്റ് നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് അഗ്ലോണിമയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്. ഡിഫൻ ബാച്ച് എന്ന് പറയുന്ന വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങുകൾ നമ്മൾ മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ തണ്ടുകൾ ഇതേപോലെ മുളച്ച് വന്നിട്ടുമുണ്ട്. ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ വളപ്രയോഗമൊക്കെ നോക്കാം. ഇതിൻ്റെ വേറെയും വെറൈറ്റികളുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു തരാം. പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തുള്ളത് കരിയിലയാണ്. ഏതൊരു ചെടി നടുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ആദ്യം അഴുകിയ കരിയിലകൾ അടിയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള വളമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ചെടി നട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു കട്ടിങ് നമ്മൾ മുറിച്ച് വെച്ച് നട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ 3-4 തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിറയെ തൈകളുണ്ടാകുമ്പോൾ നമ്മൾ തല ഇതേപോലെ കട്ട് ചെയ്ത് വളർത്തി കൊടുത്താൽ മാത്രം മതി. പ്ലാന്റ് നമ്മൾ ചട്ടിയിൽ നിന്ന് അതേപോലെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മണ്ണൊന്നും നീക്കം ചെയ്തിട്ടില്ല. അതിനനുസരിച്ച് നമ്മൾ ചുവട്ടിൽ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയും മണ്ണും അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണെങ്കിൽ കൂടി ഈ ചെടി ഒരു അപകടകരമായ ചെടി കൂടിയാണ്. ഇതിൻ്റെ ലീഫുകളാണ് പ്രശ്നം. ലീഫുകളും തണ്ടുകളോ നമ്മളെ വായിലോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലും അതേപോലെ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോയ്സണിങ് ആയിട്ടുള്ള ലീഫ് കൂടിയാണിത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളൊന്നും വരാത്ത രീതിയിൽ, അതേപോലെ ഇതിൻ്റെ മുകളിൽ ഈ ഇലകളൊന്നും പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ ഈ ചെടി വളർത്താതിരിക്കുകയാണ് നല്ലത്. എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ നമ്മൾ വായിലോ കയ്യിലോ ഒക്കെ ആയിട്ട് നീര് ആയിട്ടുണ്ടെങ്കിൽ അത് പൊള്ളാനും അതേപോലെ ഒരു വിഷമയമായിട്ടുള്ള ഒരു ചെടി കൂടിയാണിത്. ഈ ഒരു പ്ലാന്റും ആ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഡിഫറൻഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. അപ്പം കോമൺ ആയിട്ട് ഇതിൻ്റെ തണ്ടുകൾ ഇതേപോലെ നല്ല ലെങ്തി ആയിട്ട് വളർന്നു വരുന്നുള്ളതാണ് പ്രത്യേകത. അഗ്ലോണിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വളർച്ചയായിരിക്കും ഇതിനുണ്ടാകുക. അതേപോലെ തന്നെ ഇതിൻ്റെ കുള്ളൻ വെറൈറ്റികളുണ്ട്. ഇത് അഗ്ലോണിമ വെറൈറ്റിയാണ്. അഗ്ലോണിമ നമ്മൾ സെയിം കണ്ട അതേ വെറൈറ്റിയാണെന്ന് തോന്നിക്കുമെങ്കിലും അഗ്ലോണിമ വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കെയർ ചെയ്യാനും വളരെ ഈസിയാണ്. ചട്ടിയിലായാലും നിലത്തായാലും ഒക്കെ പെട്ടെന്ന് വളർന്നു വരുന്ന ചെടി കൂടിയാണ് ഈ ഡിഫറെൻറ്റ് ബാച്ച് ചെയ്യുന്ന പ്ലാന്റ്. അപ്പം കെയർ ചെയ്യുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ നിലനിർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.